അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൗദിയുടെ ഉമ്മ കുഞ്ഞിക്കതിയ ഡോക്ടർ വന്നപ്പോൾ പറയുന്നു, പൊന്നാരൻ്റെ ഡോക്ടറെ, എൻ്റെ മോൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇങ്ങളൊന്ന് ഡിസ്ചാർജ് ചെയ്ത് തന്നാൽ ഇന്നെ കൊണ്ട് കഴിയൂല. എൻ്റെ പൊന്നും പണ്ടും ഇവനും വിറ്റുകാണ്ട് ഇവിടെ ചികിത്സിക്കാൻ നിന്നെ കൊണ്ടാവൂല. പൊന്നാൻ്റെ ഡോക്ടറെ ഒന്ന് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തന്നാളി. കുഞ്ഞിക്കതിയുടെ അപേക്ഷ കേട്ട് അത് ഡോക്ടർ പറഞ്ഞു, മേഡം, ഞങ്ങൾക്ക് നിങ്ങളെ പേഷ്യൻസിനെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു നിർബന്ധവുമില്ല. നിങ്ങളായിട്ട് തന്നെയാണ് കൊണ്ടുവന്ന് റെഫർ ചെയ്തതൊക്കെ. ഒരിക്കലും അത് ഞാനല്ല. നിങ്ങൾ നിങ്ങളുടെ പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഒരിക്കലും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരും. ഓക്കെ. പിന്നെ പേഷ്യൻ്റ് അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറയാൻ പാടില്ല. കാരണം ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഞങ്ങൾ ചെയ്തു തരും. പൊന്നാർ ഡോക്ടറിനെ ഒന്നും വേണ്ട, ഒന്നാം ഡിസ്ചാർജ് ചെയ്ത് തന്നാളി. കഴിയാത്തതുകൊണ്ടാണ്, എന്നെ കൊണ്ട് കഴിയൂല. എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ. എന്നാൽ ഡോക്ടർ നേരെ സൗദയുടെ അരികിലേക്ക് എത്തുന്നു. അല്ല, എന്താ സൗദ, എന്താ സുഖായില്ലേ, പോകാനായോ? ഡോക്ടറെ, എനിക്ക് കഴിയണില്ല. ഇവരൊക്കെ എനിക്ക് പേടിയാണ് കണ്ടിട്ട്. ഇവരൊക്കെ എന്നെ ചീത്ത പറയാണ്, ഇവരൊക്കെ എന്നെ ഞെട്ടിക്കാണ്. ഡോക്ടർ, എനിക്ക് പേടിയാണ്, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഇതും ഒരു അസുഖത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. കാരണം ഒരു പേഷ്യൻ്റ് എനിക്ക് അസുഖമില്ല, ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം തന്നെ എന്താ? അതെ, സുഖമില്ല എന്ന് തന്നെയാണ്. നിങ്ങളുടെ ഉമ്മയെ വിളിക്കാം. ആ ഡോക്ടറെ, അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിൽ കെയർ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും അവിടെ ഇവിടെ ഓടി ചാടി ഒന്നും പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഡോക്ടേഴ്സിനെ കുറ്റം പറയാൻ പാടില്ല. ഡിസ്ചാർജ് ചെയ്ത് തരികയാണ്. ഓക്കെ, എൻ്റെ പൊന്നാര ഡോക്ടറെ, ഇനി ഞങ്ങൾ വരൂല. സൗദ കേട്ടടി, അന്നെ കൊണ്ടാണ് ഇപ്പം എനിക്ക് ഈ ദുൽമ മുഴുവൻ വന്നതും ഡോക്ടർമാരെ ചീത്തയ്ക്കേണ്ടി വന്നതും. എന്തുമ്മ ഞാൻ കാട്ടും, എനിക്ക് വയറുവേദന ആയിട്ടില്ല ഞാൻ വീട്ടിൽ നിന്നത്. വയറുവേദനക്ക് ഇത് ഭ്രാന്താശുപത്രി കൊടുന്നുള്ളത് എനിക്കറിയില്ലല്ലോ. എൻ്റെ പൊന്നാര സൗദ, എന്നെ കൊണ്ട് ചില്ലറ അടങ്ങാറൊന്നുമല്ല മനുഷ്യനെ അയക്കണത്. ഏതായാലും വല്ലാത്തൊരു പുതുമ. എൻ്റെ റബ്ബേ. അങ്ങനെ അതാ സൗദിയെ ഡിസ്ചാർജ് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതിന് ഒരുപാട് ടൈം എടുത്തു. കുഞ്ഞിക്കതിയെ ചോദിച്ചു, എത്രങ്ങാനും നേരാണ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതിൻ്റെ പൊന്നാരെ? എന്താണിത്? വല്ലാത്തൊരു ഉൽമന്നാണിത്. ഞാൻ പെട്ടുപോയത് തന്നെ ഇതിൽ. ശരിക്കും കുഞ്ഞിക്കതിയുടെ വാക്കുകൾ കേട്ട് ചുറ്റുള്ളവരുമെല്ലാം ചിരിച്ചു. ഏതായി തള്ളക്കും സുഖമില്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെ അതാ ഒടുവിൽ അതാ ഡിസ്ചാർജിൻ്റെ ബില്ല് വന്നു. അതെ, ബില്ല് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം കേട്ടോ. എന്നാൽ ആ ഒരു ബില്ലിൻ്റെ ഖനം കണ്ട് കുഞ്ഞിക്കതിയെ ശരിക്കും ഞെട്ടി. പടച്ചോനെ, ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ പോയ അവസ്ഥയായല്ലോ. എന്നാൽ മാല വിറ്റ ക്യാഷ് തികയില്ല എന്നറിയാനായി. എന്നാൽ ഉമ്മ സൗദിയോട് പറഞ്ഞു, എടി എൻ്റെ കൈമത്തെ വള്ളം ഊരിക്ക. എൻ്റെ കൈമ നല്ല കട്ടിങ്ങനുള്ള വളം ഇട്ട് നടക്കണ്ടല്ലോ. ഉമ്മ, ഇതെനിക്ക് ഐഷുമ്മ ഉണ്ടാക്കി തന്നതല്ലേ? ഐഷുമ്മല്ല, അതിൻ്റെ വാപ്പ ഉണ്ടാക്കി തന്നാലും വണ്ടിയില്ല, അതുകൊണ്ട് ഊരിക്കാതെ. ഉമ്മ, നിങ്ങളെ കൈമല്ലേ നവാസ്ക ഉണ്ടാക്കി തന്ന കുറേ വള, അതങ്ങോട്ട് ഊരിക്കൂടെ? എടി, ജിന്നെ പഠിപ്പിച്ചാൽ നിൽക്കണ്ട കേട്ടാ. എൻ്റെ കൈമേന് എമ്പാടും വളം ഉണ്ടാവും. അത് കരുതിക്കാണ്ട് ഇജ്ജ് ചിലക്കണ്ട. എൻ്റെ 3-4 പവൻ്റെ മാലാണ് ഇപ്പം പോയത്. ഇപ്പോൾ സമാധാനമായല്ലോ. എൻ്റെ ഒരു കൊണക്കടുകൊണ്ട് എൻ്റെ ഉള്ളോടത്തോറുള്ള പണ്ടം ഇവനൂന്ന് വിറ്റ് തീരുന്നാണ് തോന്നുന്നത്. വല്ലാത്തൊരു പുതുമ. എൻ്റെ റബ്ബേ, എന്തോര് അതാപാണിത്. ഊരിക്ക, വേങ്ങോട്ട് ഊര്. എന്നാൽ സൗദിയുടെ വള പിടിച്ചൂരാൻ ശ്രമിക്കുന്നു കുഞ്ഞിക്കതിയ. എന്താ ഉമ്മ, ഞാൻ വിളിച്ചു കൂവിട്ടോ ഇവിടെ. പിന്നെ ഇജ്ജ് വിളിച്ചു കൂവിക്കോ, അനക്ക് പിരാന്ത് പിന്നെ ഇളകിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാനേ അന്നെ പിന്നെ ഇവിടെ ലോക്കപ്പിലിടാൻ പറയും. എന്താ ഉമ്മ നിങ്ങളിങ്ങനെ? എൻ്റെ വള ഞാൻ തരൂല, നിങ്ങളുടെ ഊരിക്കോളി. നിങ്ങളെ കൈമ എത്രങ്ങാനും വളമുണ്ട്. ചിലക്കണ്ടടി, ചിലക്കാതുകൊണ്ട് ഊരിക്കോ. കുഞ്ഞിക്കതിയ അതാ അവളുടെ കൈ പിടിച്ച് വള ഊരാൻ ശ്രമിക്കുന്നു. പക്ഷെ സൗദ സമ്മതിക്കുന്നില്ല. അതെ ഉമ്മ, നിങ്ങളെ കൈമേലുണ്ടല്ലോ ഇഷ്ടംപോലെ സ്വർണ്ണവള, അതെടുത്തോളി, അല്ലാതെ ഇൻ്റെതല്ല നിങ്ങൾ ഊരേണ്ടത്. സൗദ ശരിക്കും ബലം പിടിച്ചു തന്നെ നിന്നു. എന്നാൽ അപ്പോഴേക്കും അവരുടെ പ്രശ്നം കണ്ട് അവിടെയുള്ളവരെല്ലാം നോക്കുന്നു. കാരണം അവർക്ക് വീണ്ടും സുഖമില്ലാതാവുകയാണ് എന്നാണ് അവർ വിചാരിച്ചത്. എന്നാൽ സൗദ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ ഉമ്മ എൻ്റെ കയ്യിലെ വളയെല്ലാം ഊരിക്കൊണ്ടുപോകുന്നു. ശരിക്കും ആളുകൾ ചോദിച്ചു, എന്താ പ്രശ്നം? ഒന്നുമില്ല, എൻ്റെ കയ്യിലുള്ളിടത്തോളം പൈസ മുഴുവനും ഓൾക്ക് വേണ്ടി ഞാൻ ചിലവാക്കി. പക്ഷേങ്കിൽ ഓൾ 5 പൈസ എടുക്കാൻ അവൾ സമ്മതിക്കണില്ല. എൻ്റെ മാല വിറ്റിട്ടാണ് ഓളെ ഹോസ്പിറ്റലത്തെ ബില്ലൊക്കെ ഞാൻ അടച്ചത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു സംഖ്യക്ക് ബില്ല് വന്നിക്കണ്. കണ്ടില്ല, ഓളെ മേത്ത് പണ്ടുണ്ട്, അത് തൊടാനോളം അയക്കണില്ല.
ശരിക്കും എല്ലാവരും അത് കേട്ട് എന്താ രണ്ടുപേർക്കും ഭ്രാന്താണോ എന്നുള്ള രീതിയിൽ നോക്കി. പലരും വിചാരിച്ചു 2 പേഷ്യൻറ്റുകളാണെന്ന്. എന്നാൽ ശരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് ആ രീതിയിലുള്ള ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവിടുത്തെ സൂപ്രണ്ട് വന്ന് നോക്കി. എന്താ അവിടെ പ്രശ്നം? ഇവിടെ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? നിങ്ങൾ 2 പേരും ശരിക്കും സുഖമില്ലാത്തവരാണോ? നിങ്ങളെ സെല്ലിലിടണോ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യങ്ങളും വന്നു. എന്നാൽ കുഞ്ഞിക്കതിയ പറഞ്ഞു, ഞങ്ങൾക്ക് ആർക്കും അസുഖമൊന്നുമില്ല, ഞങ്ങളിവിടെ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. പൈസേൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്നാൽ ഡോക്ടർ അപ്പോഴേക്കും വന്നു. എന്താ 2 പേർക്കും വീണ്ടും അസുഖം തുടങ്ങിയോ എന്നുള്ള രീതിയിൽ ആരോ പറഞ്ഞ് 2 മാനസിക രോഗികൾ അവിടെ ആകെ പ്രശ്നമാക്കുന്നുണ്ട്. എന്നാൽ അവർ 2 പേരെയും വേറെ റൂമിലേക്ക് മാറ്റണം എന്നും നിർദ്ദേശം വന്നു. പിന്നീടാണ് മനസ്സിലായത് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നിൽക്കുന്നതിനിടയിൽ ഉമ്മയും മകളും പ്രശ്നമായത് എന്ന്. എന്നാൽ മനമില്ല മനസ്സോടുകൂടി കുഞ്ഞിക്കദ്യ വീണ്ടും അവരുടെ കൈകളിലെ വള തന്നെ ഊരുന്നു. കാരണം അത്രക്കും അവർക്ക് ഇഷ്ടമില്ലായിരുന്നു അതെടുക്കുന്നത്. എൻ്റെ കഴുത്തിലെ മാല ഏതായാലും കഴിഞ്ഞു, ഇനിയിപ്പോൾ വളയെ ഊരല്ലേ? സൗദിയെ ദേഷ്യപ്പെട്ടുകൊണ്ട് കുഞ്ഞിക്കദ്യ നോക്കുന്നു. അങ്ങോട്ട് വായേ, വീട്ടിൽ കണ്ട് വരുമല്ലേ, അനക്കാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവളെ ദേഷ്യത്തോടു കൂടി നോക്കുകയും ചെയ്തു. ഒടുവിൽ കുഞ്ഞിക്കദ്യ വള ഊരി വിറ്റു, ക്യാഷ് അവിടെ അടച്ചു. നേരെ അവർ വണ്ടി വിളിച്ചു. സൗദ വിചാരിച്ചു, ഉമ്മാക്കെന്താ, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കി തന്ന പൈസ കൊണ്ടല്ലേ അതൊക്കെ ഉണ്ടാക്കിയത്, പിന്നെന്താ ഇത്ര വലിയ ഊരത്ര മടി എന്നുള്ള രീതിയിൽ സൗദക്കും വല്ലാത്ത വാശി. അവർ നേരെ ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. സൗദിയോട് ഉമ്മ പറഞ്ഞു, പുത്തൻവീട് തറവാട്ടാണ്ട് ആക്കി തരാം, അവിടെ ഇറങ്ങിപ്പോയിക്കൊണ്ടിച്ച്. എന്നാൽ പെട്ടെന്ന് സൗദ പറഞ്ഞു, ഞാനിപ്പോൾ പുത്തൻവീട് തറവാട്ടിലേക്ക് പോകണില്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാം. ഇപ്പം ഞാൻ നമ്മളെ തറവാട്ടിലേക്കാണ് പോണത്. അതെ, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയ തറവാട്ടിലേക്ക്. എന്ത് കാര്യത്തിനു വരുന്നത്? ഈ അസീനും തല്ലിടാനോ? വെറുതെ അങ്ങോട്ട് വരണ്ട, അന്നെ ഞാൻ അവിടെ ഇറക്കി വിടും. പുത്തൻവീട് തറവാട്ടിൽ കാറിൽ എത്തിയപ്പോഴും അവർ തല്ലും പിടി തന്നെയാണ്. ശരിക്കും ഡ്രൈവർ തന്നെ അത്ഭുതപ്പെട്ടു, ഏതാണ് വിറ്റുകൾ എന്നുള്ള രീതിയിൽ. കാരണം 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സഹിക്കെട്ട് ഡ്രൈവർ ചോദിച്ചു, അതെ ഇതൊരു ടാക്സിയാണ്, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സൈലന്റ് ആയിരിക്കൂ പ്ലീസ്. ഉമ്മാന്റെ പണിയാണ് ഇതൊക്കെ. ഇമ്മ അങ്ങനെ ചലിച്ചുകൊണ്ട് നിൽക്കും. ഈ ഇത്ര കുറവല്ലേ? വീണ്ടും അവർ തുടങ്ങി. എന്നാൽ ടാക്സിക്കാരൻ അവിടെ നിർത്തി. അതെ, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളൂ, എനിക്ക് നിങ്ങളെ കൊണ്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളുടെ ഈ അലമ്പ് വർത്താനം എൻ്റെ ചെവി ആകെ അടയുകയാണ്. നിങ്ങൾ ദയവായി പ്ലീസ് ഇവിടെ നിർത്തിക്കോളൂ, ഇവിടെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ടാക്സിക്കാരൻ അവിടെ നിർത്തി. അതെ, നിങ്ങൾ വിട്ടൂടി. പറ്റില്ല, ദാ ഇതുവരെ ഓടിച്ചതിൻ്റെ ക്യാഷ് ഇങ്ങോട്ട് തരി എന്ന് പറഞ്ഞ് കുഞ്ഞിക്കതിയെയും സൗദിയെയും പാതി വഴിയിൽ അത് ടാക്സി ഡ്രൈവർ അവിടെ ഇറക്കി വിട്ടു. ശരിക്കും അവർ പെട്ടു എന്ന് തന്നെ പറയാം. എത്രയായിട്ടും ഒരു വണ്ടി കിട്ടുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇയാള് ഇത് ഇട്ടിട്ട് പോയത്. ചുരുക്കി പറഞ്ഞാൽ കുഞ്ഞിക്കതിയും സൗദിയും വളരെയധികം വിഷമിച്ചു. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു ഹോട്ടലാണെങ്കിൽ കാണുന്നില്ല. ആകപ്പാടെ വിജനമായൊരു സ്ഥലത്താണ് ആ തന്ത ഇവിടെ ഇറക്കി വിട്ടത്. ശരിക്കും കുഞ്ഞിക്കതിയ അയാളെ പ്രാഗിക്കൊണ്ടിരുന്നു. അതിൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമ തന്നെ. ഇതുകൊണ്ടിപ്പോൾ ഇടങ്ങാറായി. ഈ പമ്പർന്നോളെ കൊണ്ട് ഞാൻ കുടുങ്ങിക്കണ്. ഇനി ഞാൻ ഇവളതിനൊരു കാര്യത്തിനും വരൂല. ഇതിപ്പോൾ എൻ്റെ തലയിലായ പോലെയാണ്. എന്നാൽ വീണ്ടും പറഞ്ഞു, അതെ പുത്തൻവീട് തറവാട്ടുകാരനെ വിളിച്ചോ, ഓലെന്നെ വന്നിട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയില് ഓലിങ്ങനെ വന്ന് കൊണ്ടുപോകുമല്ലേ. അതെ, എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ നല്ലൊരു വീടുണ്ട് അവിടെ, ആ വീട്ടിലേക്കാണ് ഇനി ഞാൻ പോരുന്നത്. അല്ലടി, അനക്കെൻ്റെ കുട്ടിനെ കുറിച്ച് വല്ല ബോധമില്ലേ? കുട്ടി ഉണ്ടല്ലോ അനക്കവിടെ, കുട്ടിനെ കുറിച്ച് തീരെ ഓർമ്മയില്ല? എനിക്ക് ഒരു ഓർമ്മയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അതിനൊക്കെ നോക്കാനേ അവിടെ എൻ്റെ അമ്മായിമ്മണ്ട്, ഐഷുമ്മ. ഒരു നോക്കണത്ര എനിക്ക് നോക്കാൻ കഴിയൂല. എന്നാലും എൻ്റെ സ്ഥിതിയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ, അതേപോലെ തന്നെ എനിക്ക് എൻ്റെ കുട്ടീനോടും സ്നേഹമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ശരിക്കും സൗദ തർക്കത്തിനും പോലെ മറുപടി കൊടുത്തു. എന്നാൽ കുഞ്ഞിക്കഥ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം. കാരണം സൗദ അങ്ങനെയല്ലായിരുന്നു, ഒന്നും മിണ്ടാറില്ലായിരുന്നു, എല്ലാം ക്ഷമിക്കുന്നവളായിരുന്നു. എന്ത് ചെയ്യാൻ, ഓളെ സ്വഭാവം മൊത്തത്തിൽ മാറിയിക്കണ്. ഇജ് ഇങ്ങനെ നല്ലേലടി, എന്നോട് തട്ടുത്തരം പറയാറില്ലേനല്ലോ. തള്ളാർന്ന് കണ്ടനല്ലേ പഠിക്കുക. ചിലക്കണ്ട കരിങ്കുറ്റിയെ എൻ്റെ ഒലക്കമ്മല വർത്താനം. നിങ്ങൾ എന്നെ ഇങ്ങനെ കരിങ്കുറ്റി പറഞ്ഞോളൂ. നിങ്ങളെന്നല്ലേ എന്നെ പറ്റത്? കറുത്തത് എൻ്റെ കുറ്റാണോ? എപ്പോഴും ഞാൻ കറുത്തതിൻ്റെ പേരിൽ ഇന്നെ ഐഷുമ നല്ലോണം തൈലം തേച്ച് കുളിപ്പിക്കാൻ റുക്കിയാത്താനെ ഏൽപ്പിച്ചിക്കണ്. അല്ലാതെ നിങ്ങളെ മാതിരി ഇങ്ങനെ കറുത്ത പെണ്ണെന്ന് പറഞ്ഞ് നടക്കലല്ലായിരുന്നു ഞാൻ. പുത്തൻവീട് തറവാട്ടിൽ എത്തിയതിൻ്റെ ശേഷം നല്ല സുന്ദരിയായും ചെയ്തിക്കണ്. നിങ്ങൾ ഇനിയും കൂടി എന്നെ കറുപ്പിക്കാൻ നോക്കണ്ട. ശരിക്കും
ഐഷുമ്മയുടെ ആ ഒരു ഗുണം അപ്പോഴാണ് സൗദ ഓർത്തത്. എൻ്റെ ഉമ്മ തന്നെ എന്നെ ഓരോന്ന് വിളിച്ച് പറയും, എന്താന്നില്ലേ അനക്ക് നല്ല മട്ടത്തിന് അവിടെ നിൽക്കേനല്ലോ, ഇജ് എന്ത് കരുതിയിട്ടാണ് എൻ്റെ അടുത്ത് നിന്നില്ല, അവിടുന്ന് വെച്ച് ഇറങ്ങിപ്പോയി, പിന്നെ അവിടെ നിന്നില്ല, അവിടുന്ന് വെച്ച് ഇറങ്ങിപ്പോയി, നല്ല മട്ടത്തിന് നിന്നിക്കുകയാണെങ്കിൽ എന്തോ ഒരു റാഹത്തോടു കൂടി എനിക്ക് ജീവിക്കേനോ. ഇമ്മനല്ല എന്നെ ഇറക്കിക്കൊണ്ടത്, വേറെ ആരുമല്ലല്ലോ. ഞാൻ നല്ല രീതിയിൽ തന്നെ നവാസ്ഖാൻ്റെ കൂടെ ജീവിക്കുന്നേനോ. നിങ്ങളവിടെ പെട്ടെന്ന് പോര്, നീ ഇപ്പോൾ പണക്കാരി അയക്കണേ, വേലക്കാരി പോലെ അവിടെ നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങളാണ് എന്നെ കൊണ്ടുപോയത്. അതിൻ്റെ ശേഷമാണ് പിന്നെ നവാസ്ഖാനെ വിളിക്കാതെ ഇതൊക്കെ. ഇനിയിപ്പോൾ അതും പറഞ്ഞ് ഇവിടുന്ന് നീ തല്ലുപിടിക്കോ. അതാ ഒരു ഓട്ടോറിക്ഷ പോണ്, അവനൊന്ന് കൈയാട്ടി വെക്കാം ചെല്ലേ. അപ്പോഴതാ ഒരു ഓട്ടോ അതുവഴി പോകുന്നു. സൗദ പറഞ്ഞു, ഞാൻ കൈയാട്ടൂല, വാണെന്നിൻ്റെ കൈയോട്ടിക്കോളി, ഞാനേ നല്ല പണക്കാരത്തിയാണ്, അല്ലാതെ ഇങ്ങളെ പോലെ ഒന്നല്ലല്ലോ. ഓ പെണ്ണിന് എന്തൊരു അഹങ്കാരാണ്, ഞാൻ കൈയാട്ടൂല, നിങ്ങൾ കൈയാട്ടിക്കോളി. ശരിക്കും സൗദ അവിടെ ദേഷ്യം പിടിച്ചു നിന്നു. പഠിച്ചോൻ, ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇടങ്ങാറയക്കണല്ലോ. ശരിക്കും അതാ കുഞ്ഞിക്കതിയ പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ അതാ കൈ കാട്ടി ഓരോ ഓട്ടോയും നിർത്തുന്നില്ല, അതിലൊക്കെ ആളുകളുണ്ട്. അവസാനം അതാ ഒരു കൊട്ടവണ്ടിക്ക് കൈ കാട്ടുന്നു. എന്ത് നിങ്ങളീ പറയണത്? ഞാൻ കയറൂല കൊട്ടവണ്ടിയിൽ, പിന്നെന്താ കിട്ടിയ വണ്ടിക്ക് പോവില്ല, എന്താ കാട്ട്, ഇവിടെ ഇങ്ങനെ നട്ടപ്പാതിരവോളം ഇവിടെ നിൽക്കുക എന്താന്നില്ലേ. അത് ലോറിക്കാണെങ്കിൽ വണ്ടിയില്ല, കൊട്ടവണ്ടി ആണെങ്കിലും വണ്ടിയില്ല. അപ്പോഴാണ് ആ ഒരു ഗുഡ്സ് അത് വഴി വന്നപ്പോൾ അതിന് കൈ കാട്ടിയപ്പോൾ, താത്ത ഇത് ടാക്സി അല്ല എന്ന് പറഞ്ഞ് എന്തോ പറഞ്ഞു പോവുകയും ചെയ്തു. എന്തായിമ്മ, ഇനിയിപ്പോൾ എന്തിനെ കൈ കാട്ടുക, നടന്നൂടെ അങ്ങോട്ട് സ്റ്റാൻഡിക്ക്, അവിടെ എവിടെയെങ്കിലൊക്കെ സ്റ്റാൻഡ് ഉണ്ടാവും. അങ്ങനെ അതാ കുഞ്ഞിക്കതിയും സൗദയും ഒരുപാട് ദൂരം നടക്കുന്നു. പക്ഷെ അവിടെയൊന്നും സ്റ്റാൻഡ് കാണുന്നേ ഇല്ല. ഒരുപാട് നടന്നു പോയി. ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി അവർ പോയി. പക്ഷെ ഒരു കുട്ടിനോട് ചോദിക്കാനും പറ്റുന്നില്ല. ഒരു കുട്ടി മാണ്ട്, ഇടക്കിടക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന ഓരോ കാറ് മാത്രമാണ് ഇവിടെ കാണുന്നത്. വല്ലാത്തൊരു പുതുമ തന്നെ. ഒരുപാട് അവർ നടന്നു. പക്ഷേ എത്രയായിട്ടും ബസ് സ്റ്റാൻഡ് കാണുന്നില്ല. എന്നാൽ കുഞ്ഞിക്കതിയ പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് നടക്കാനാവൂല. സൗദ പറഞ്ഞു, ഇങ്ങളെന്നല്ലേ നടത്തിക്കൊണ്ടുവന്നത്, അവിടെ നിന്നാ പോരേനോ. ആടി ടാക്സി വിളിച്ചു കാണാൻ നല്ല മട്ടത്തിന് പോവല്ലായിരുന്നോ, അതിൻ്റെ ഇടയിലല്ലേ കച്ചറ കൊണ്ട് ഇറക്കി വിട്ടത്. ഇമ്മ ഇങ്ങളാണ് എന്നോട് തിരക്കൂടാൻ നിന്നത്, അല്ലാതെ ഞാൻ നിങ്ങളോടല്ല. ശരിക്കും ഉമ്മയും മോളും നല്ല കച്ചറ തന്നെയായിരുന്നു ആ നടത്തത്തിലും. ഒടുവിൽ സൗദ അവിടെ ഇരുന്നു. ഇല്ല, ഇനി ഒരു അടി നടക്കാൻ വയ്യ, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടേ, എനിക്ക് ദാഹിച്ചിട്ടും വിശന്നിട്ടും വയ്യ. ഇവിടുന്ന് ഞാൻ എന്ത് തരാനാടി, എന്ത് തരാനാ, എവിടുന്ന് വാങ്ങിക്കൊണ്ടുവരാനാ? എൻ്റെ വളയും മാലൊക്കെ വിറ്റ് അന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊടന്നും പോരെ, ഇപ്പം എനിക്ക് ഞാൻ മുണുങ്ങാനുണ്ടാക്കി തരണല്ലേ, അത് ഇജന്നെ പോയാണ് കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞ് കുഞ്ഞിക്കഥ ശരിക്കും സൗദിയെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞു. എന്നാൽ അതാ അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടുവാനോ ഭക്ഷണം കിട്ടുവാനോ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അത്രക്കും ഒഴിഞ്ഞ സ്ഥലത്താണ് അവിടെ ടാക്സിക്കാരൻ അവരെ ഇറക്കി വിട്ടത്. കാരണം അവരുടെ ആ ഒരു കച്ചറ കൊണ്ട്. അത്രക്കും വിജനമായ സ്ഥലമായിരുന്നു അവരെ ഇറക്കിയ സ്ഥലം. ശരിക്കും അവരെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. ആ ടാക്സിയിലൊന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഇറക്കി വിടില്ലായിരുന്നു. അയാൾ ശല്യം മൂലം ഇറക്കി വിട്ടത് തന്നെയാണ്. എന്നാൽ ഈ സമയം അതാ ഐഷുമ്മ, പഠിച്ചോനെ എവിടെ നാവം ഈ ഒരു പമ്പർന്നോള് ഡിസ്ചാർജ് ചെയ്തിക്കണം, എന്താവും ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടിയൊന്നും വിളിച്ചു വെക്കാണേ. ഉമ്മ എന്തിന്, ഓലും ഉമ്മയും മോളല്ലേ, അതിനിപ്പോൾ നമ്മൾ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല മോനെ, മനുഷ്യന്മാരെ കാര്യമില്ലേ, നവാസിനോട് പറഞ്ഞിട്ട് ഓനക്ക് തീരെ ഒരു കൂട്ടില്ല, ഓന് പറ്റങ്ങട്ട് അത് കണ്ട് വിട്ടു വെച്ചേക്കണ്. ഞാൻ ഇന്നലെയും വിളിച്ചോ പറഞ്ഞു, എടാ ഇങ്ങനെ ഈ സൗദ ഇങ്ങനെ ആശുപത്രിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓനിപ്പോൾ എന്താ, അതിനിപ്പോൾ എന്താ, എനിക്ക് ഓലെല്ലാം ഇഷ്ടം പോലെ നടക്കണോരല്ലേ, ഞാനൊന്നും നോക്കൂല എന്ന് തന്നെ പറഞ്ഞത്. പിന്നെ പൈസ അങ്ങോട്ട് ചെല്ലുണ്ട്, ഓളെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടത്. അതുകൊണ്ട് പിന്നെ വല്ലാതൊരു പുതുമയൊന്നും ഉണ്ടാവില്ല. ഏതായാലും പടച്ച റബ്ബേ, വല്ലാത്തൊരു പുതുമ തന്നെ അത്. എന്തൊക്കെ തന്നെയായാലും ഐഷുമ്മയുടെ മനസ്സിൽ അതെ അലിവ് തോന്നി തുടങ്ങി. എന്നാൽ നുസൈബയുടെയും പാവം കുഞ്ഞിനെ കാണുമ്പോൾ വല്ലാത്ത അവസ്ഥയാണ് അവർക്കാകുന്നത്. കുഞ്ഞിനെ നുസൈബയും ഷമ്മാസും ഉമ്മയും നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. പക്ഷെ പെറ്റ തള്ള ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തപ്പോൾ ചെയ്യുക എന്നുള്ള സ്ഥിതിഗതിയാണ്. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കഥയെ പറഞ്ഞു, അതേ അന്നെ പുത്തൻ വീട് തറവാട്ടുകാർക്കൊന്നിച്ച് വിളിച്ചിക്കണമെങ്കിൽ അനക്ക് അവിടെ എത്താം, അനക്ക് അവിടെ സുഖമായി നിൽക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇജൻ്റെ ബാപ്പാൻ്റെ പേരിക്ക് പോയിക്കോ, അതായിരിക്കും നല്ലത്. അവിടെ ആകുമ്പോൾ അനക്ക് സുഖമായിരിക്കും. അല്ലാതെ ഇജിപ്പോൾ നമ്മളെ തറവാട്ടിലേക്ക് ഇജ് വരണ്ട, പുതിയ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഹസീന എന്നെ നിൽക്കാൻ സമ്മതിക്കൂല. ഉമ്മ ഹസീനാൻ്റെതാണോ ആ വീട്, ഹസീനാൻ്റെ വീടാണോ അല്ല എന്നുള്ളതല്ല, ഇപ്പോൾ ഓളെ കൈക്കലാണ് എല്ലാം. ഞാൻ വരെ അവിടുത്തെ ഒരു വേലക്കാരിയെ പോലെ കൈയാണ്. എനിക്ക് വരെ അവിടെ സ്വാതന്ത്ര്യമല്ല. എനിക്കും എൻ്റെ
ചെറിയ അനിയത്തിമാർക്കൊന്നും വലിയൊരു സുഖമൊന്നുമില്ല അവിടെ നിൽക്കാൻ. പിന്നെ പുറത്ത് തള്ളിയിടുമെന്ന് വിചാരിച്ചു കണ്ട് പേടിച്ച് അവിടെ അങ്ങനെ ഓളെ പേടിച്ച് നിൽക്കണം, ഓളെ പണിയെടുത്തുകൊണ്ട്. അല്ലാതെ അവിടെ സമാധാന സുഖം ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ പൊന്നാരുമ്മ അതൊരിക്കലും ഹസീനയുടെ വീടില്ല. ഹസീന അത് ഓളെ പേരിലാക്കാൻ ഇതൊക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ അയക്കണാവോ, കാരണം പറയാൻ പറ്റൂലല്ലോ. വല്ലാത്തൊരു സാധനമാണ് എൻ്റെ അഞ്ചത്തി ഹസീന. അതാണ് ഞാൻ പറഞ്ഞത്, ഇജ് നേരെ പുത്തൻവീട് തറവാട്ടിക്ക് പോയിക്കോ, അങ്ങോട്ട് വന്ന അന്നോള് വെച്ചക്കൂല, ഇജ് നോക്കിക്കോ. ഉമ്മ ഹസീനക്ക് കുറച്ചേറാണ്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഹസീനാനെ പേടിച്ചൊന്നും എനിക്ക് നിൽക്കാനാവില്ല. കാരണം എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ആ വീടുണ്ടാക്കിയതും. അത് മാത്രമല്ല അതിലത്തെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും അതാണ്. അല്ല, ഇപ്പോഴും പൈസ കിട്ടുന്നുണ്ടോ അറിയില്ല. അതിനെക്കുറിച്ച് കുഞ്ഞിക്കദ്യ മിണ്ടിയില്ല. ഇനിയൊരു പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞാൽ അവൾ അതിനേക്കാളും ദേഷ്യം പിടിച്ച് ആ ഫോണൊക്കെ വാങ്ങി അതിൻ്റെ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിക്കും എന്ന് കരുതിയിട്ട് അതെനിക്കറിയില്ല. പിന്നെ ഉമ്മ നവാസ്ഖാൻ്റെ ഞാൻ അന്ന് ഫോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു ആ പോരല്. പക്ഷെ ആ ഫോണ് പിന്നെ അസീന എടുത്തിരുന്നോ? അസീന എന്തിനാ എൻ്റെ ഫോൺ എടുക്കണേ? അല്ല പിന്നെ എങ്ങനെയാണ് അവള് ഭയങ്കരമായ നിങ്ങൾ നല്ല ആഡംബര ജീവിതമാണ് നയിക്കണെന്നൊക്കെ ഞാൻ അറിഞ്ഞേക്കണ്. ഇത്ര തോന്നെ പൈസ നിങ്ങൾക്ക് എവിടുന്ന? പൈസ അതൊക്കെ ബൻ്റേക്കുന്ന് നഷ്ടപരിഹാര തുക വാങ്ങണം, സർക്കാരിൻ്റെക്കുന്ന്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പിന്നെ പൈസ ഒന്നും അവൾക്ക് കിട്ടലൊന്നുമില്ല. ഉമ്മ ശരിക്കും അവിടെ കള്ളത്തരം അഭിനയിച്ചു. കാരണം ഒരു പക്ഷേ സൗദ ഇനി ആ അക്കൗണ്ടിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ അതും കൊണ്ട് പോവും, പിന്നെ ഞങ്ങൾ പട്ടിണിയാവും എന്നുള്ള കാര്യം കുഞ്ഞിക്കഥക്ക് അറിയുന്ന കൊണ്ട് തന്നെ അതൊന്നും എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ആ ഫോൺ അതൊക്കെ അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയോ മങ്ങൾ ഇത്രയും ആഡംബര ജീവിതം നയിക്കണത്? വീണ്ടും നിങ്ങളെ കൈകളിലൊക്കെ സ്വർണവും കാര്യങ്ങളൊക്കെ പുതുതായൊക്കെ ഉണ്ടായിക്കണല്ലോ. എൻ്റെ പൊന്നാര പെണ്ണതൊക്കെ അന്ന് എത്രങ്ങാനുണ്ടേനു നവാസ് നമുക്ക് തന്നത്. ഇതൊക്കെ മറന്നോ? പിന്നെ പീഡിത വരുമാനം അതെല്ലാം ഉണ്ടല്ലോ. പാർട്ട്ണർഷിപ്പൊക്കെ ആയിട്ട് അങ്ങനെ കൂടിക്കണല്ലോ, ആവശ്യത്തിനുള്ള ചെലവിനെ കിട്ടുന്നുണ്ടല്ലോ. ശരിക്കും സൗദ ആലോചിച്ചു. എന്നാലും ഇപ്പം നവാസ്ക ഞാൻ ഇല്ലാത്ത സ്ഥിതിക്ക് അതിപ്പോൾ ക്യാൻസലാക്കാതിരിക്കോ? അതൊന്നും ഉണ്ടാവില്ല. എന്തായാലും എന്തൊക്കെ തന്നെ ആവോ ഒന്നറിയണം. ഹസീനക്ക് ഒന്ന് വിളിച്ച് ചോദിക്കുക തന്നെ വേണം. ഉമ്മ ഹസീനാൻ്റെ നമ്പർ നിങ്ങളില്ലേ? ഒന്ന് വിളിച്ചാൽ ഓൾക്ക്. എന്തിന്? ഓളെ നമ്പർ എൻ്റെ അടുത്തൊന്നുമില്ല. പിന്നെ ഇല്ലാക്കലാണല്ലോ സ്വന്തം മക്കളെ നമ്പർ. ഓള് ചിലപ്പോൾ ഓളെ കിട്ടൂല വിളിച്ചാൽ, ചിലപ്പം ബിസി ആയിക്കാരം, ചിലപ്പോൾ സൈലൻ്റ് ആയിക്കാരം. അതുകൊണ്ട് തന്നെ ഓളെ ഞാൻ വിളിക്കൊന്നുമില്ല. ഓളെ വിളിച്ചാൽ കിട്ടൂല. എനിക്ക് ഓളെ വിളിക്കണ ഇഷ്ടമില്ല. ഓളെ സ്വഭാവം പറ്റ മോശമാണ്. ശരിക്കും കുഞ്ഞിക്കതിയുടെ വാക്കുകൾ കേട്ട് സൗദ അത് വിശ്വസിക്കുന്നു. അതൊക്കെ നവാസ്ക പണ്ടേ അത് ഇല്ലാതാക്കിയിട്ടുണ്ടാവും. ഞാൻ പോകുന്നതിൽ തന്നെ എത്രയൊക്കെ തന്നെയായാലും ആണുങ്ങളല്ലേ. ഉമ്മാൻ്റെ പണിയാണ് ഇപ്പോൾ അവിടുന്ന് പോകുന്നതൊക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. എന്താ ചെയ്യുക, ഒക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ദേഷ്യമാണ് എനിക്ക്. ഇപ്പോൾ ഷമ്മാസിനെയും നുസൈബയുടെയും സ്നേഹം കാണുമ്പോൾ അതിലേറെ ദേഷ്യമാണ് എനിക്ക്. അതുമാത്രമല്ല നവാസ്ക വിളിക്കാത്തതും മിണ്ടാത്തതും പറയാത്തതൊക്കെ ആലോചിക്കുമ്പോൾ അതും എല്ലാം കൂടി ആലോചിച്ചിട്ട് സൗദക്ക് ആകെപ്പാട് ടെൻഷനാവുകയാണ്. എന്താ ഇപ്പം ചെയ്യുക? ഇനി പിന്നെ പുത്തൻവീട് തറവാട്ടിൽ കയറ്റൂല. ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെയും ചെയ്തു. ക്ഷമിക്കുന്നതിനൊരു അതിരില്ലേ? അതെ, അവര് നല്ല ക്ഷമയുള്ള ആളുകളാണ്. ഒന്നാമത്തെ പ്രാവശ്യം അങ്ങനെയും ചെയ്തു, രണ്ടാമത്തെ പ്രാവശ്യം ഇതാ ഇപ്പോൾ ഇങ്ങനെയും സുഖമില്ലാതെ കാട്ടിക്കൂട്ടി. ഇനിയിപ്പോൾ അവരെന്നെ കയറ്റും എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞുള്ള സ്ഥിതിക്ക് എനിക്കറിയില്ല. ശരിക്കും സൗദക്ക് ആശങ്കയുണ്ടായിരുന്നു. ഉമ്മ ഞാൻ അങ്ങോട്ട് പോകണില്ല കേട്ടോ ഇപ്പം തന്നെ. അതെന്താടി? അന്നെ സ്വീകരിക്കാൻ ഓല അവിടെ ഉണ്ടല്ലോ, എൻ്റെ കുട്ടി അവിടെ ഉള്ളതല്ല, അജ്ജ പോയിക്കോ. വേണ്ട, നമ്മളെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങോട്ട് വരന്നെ വേണ്ട, വന്നിട്ട് കാണാം ഇജു അനക്കും ഓൾക്കും കൂടി തല്ലിടാൻ അല്ലേ? അല്ലമ്മ അങ്ങനെയൊന്നല്ല. എന്നാ പിന്നെ പറഞ്ഞില്ലേ എൻ്റെ വാപ്പാൻ്റെ വീട്ടിൽ പോയിക്കോന്ന്, അവിടെ ഉണ്ടല്ലോ ഓൽക്ക് അതിനൊരു പെണ്ണുങ്ങളും കുട്ടികളൊക്കെ. എന്താണ് എന്നോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ അല്ലേ? അങ്ങോട്ട് പോയിക്കോ, ഒരു കുഴപ്പമില്ല, ഇജ് അങ്ങോട്ട് പോയിക്കോ. അങ്ങനെ അവർ നടന്ന് കുഴങ്ങി ക്ഷീണിച്ചപ്പോൾ എത്രയായിട്ടും ബസ് സ്റ്റാൻഡ് കാണുന്നുമില്ല. ഒടുവിൽ ഒരു ലോറിക്കാരന് കൈകാട്ടി. ഉമ്മങ്ങൾ ആർക്കീ കൈ കാട്ടണേ? എന്നാൽ ആ ലോറി അവിടെ നിർത്തി. എവിടുക്കാ? എന്നാൽ ആ ലോറിയിലേക്ക് എങ്ങനെ കയറാനാണ് എന്നുള്ള രീതിയിൽ. അല്ലാതെ പിന്നെ എങ്ങനെ രക്ഷപ്പെടേണ്ട ഇവിടുന്ന്? ഈ വിജനമായ സ്ഥലത്ത് ഇനി രാത്രിയായി തുടങ്ങണ, പേടിയാവണ് മനുഷ്യന്. ഇതുകൊണ്ട് കയറിക്കൂട്ട. സൗദിയെ ഉമ്മ ചീത്ത പറഞ്ഞു. അങ്ങനെ അവർ ആ ലോറിയിൽ കയറിപ്പറ്റി. എങ്ങനെയൊക്കെയോ സ്ഥലത്തിന്റെ പേര് പറഞ്ഞപ്പോൾ കുറച്ചപ്പുറത്തായിട്ട് അയാൾ ആ ലോറി നിർത്തി.
ശരിക്കും കുഞ്ഞിക്കതിയ ഭയന്നു. സൗദിയും എന്തപ്പോ അയാളെ നോട്ടം കണ്ടിട്ട് തന്നെ പേടിയാണ്. ഈ ഉമ്മാന്റെ പണിയാണ് ഈ അറിയാത്ത ലോറിയിലൊക്കെ കയറ്റി കൊണ്ടുപോണത്. എവിടേക്ക് വിചാരിച്ചിട്ടാ ഉമ്മ നിങ്ങളീ കൊണ്ടുപോണത്? പറഞ്ഞ നിങ്ങൾ എവിടുക്കാ? അനക്ക് പറഞ്ഞുകൊണ്ടിരുന്നാല്. എന്നാൽ അയാളൊരു കൊമ്പൻ മീശക്കാരൻ ചോരക്കണ്ണുമായി അവരെ നോക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അത് കണ്ട് കുഞ്ഞിക്കതിയ ഒന്ന് പേടിച്ചു. പഠിച്ചോനെ, ഇത് വല്ല കൊള്ളക്കാരും ആയിരിക്കുവോ? അയാൾ എന്തോ ഒരു ഭാഷയിൽ അവരോട് എന്തോ ചോദിക്കുന്നു. പക്ഷെ ഭാഷയൊന്നും മനസ്സിലാകുന്നില്ല. അയാളൊരു പഞ്ചാബിയാണെന്ന് തോന്നുന്നു. അല്ല, ഉമ്മ എന്താ പറയണത്? എനിക്ക് പേടിയാവുന്നു. എന്താ ഇവര് പറയുന്നത്? ബായ് എന്താണ്? എന്താ പറയുന്നത്? ഞങ്ങൾ പുത്തൻ വീട് തറവാട്. എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ടോ, നിക്കാതെ സംസാരിക്കുന്നുണ്ട്. പഠിച്ചോന് നമ്മളെ വല്ല ഉത്തരാഖണ്ഡക്കും കൊണ്ടുപോവോ? എനിക്കറിയുന്നില്ല. ബായ്, നെക്സ്റ്റ് ടൗൺ, നെക്സ്റ്റ്. ശരിക്കും സൗദിയും പേടിച്ചു. അതിൽ കുഞ്ഞിക്കതിയക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അത് കൊമ്പമീശക്കാരൻ നേരെ വിട്ടുകൊണ്ട് പോവുകയാണ്. കഷ്ടകാലത്തിന് ലോറി കയറി എന്നല്ലാതെ ഭാഷയും അറിയുന്നില്ല. ശരിക്കും അവർ പെട്ടുപോയി എന്ന് തന്നെ പറയാം. എന്നാൽ കുറച്ചധികം വാഹനങ്ങളുള്ള ഒരു അങ്ങാടി കണ്ടപ്പോൾ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് അയാളെ പതുക്കെ കുഞ്ഞിക്കതിയ അതാ തട്ടുന്നു. അങ്ങനെ അതാ ആ ലോറി നിർത്തി. അയാൾ വീണ്ടും ചോദിച്ചു, കിധർ ജാനേക്ക് തും ലോക്കോ എന്ന് പറഞ്ഞ എന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് അറിയുന്നില്ല. ബൈ ദിസ് ടൗൺ സ്റ്റോപ്പ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ക്യാഷ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി. എന്നാൽ അയാൾ പറഞ്ഞു, എന്നാൽ പൈസ വാങ്ങിയില്ല. അയാളൊരു നല്ല മനുഷ്യനാണെന്ന് തോന്നി. ഒന്നും വേണ്ട, ഇറങ്ങിപ്പോയിക്കോളൂ എന്നുള്ള രീതിയിൽ. ശരിക്കും അതാ അവർക്ക് അത് അല്പം ആശ്വാസമായി. അങ്ങനെ അതാ ഉയരമുള്ള ആ ഒരു ലോറിയിൽ നിന്ന് കുഞ്ഞിക്കതിയയും സൗദിയും ചാടി ഇറങ്ങി. ഇനി ഒരു ഓട്ടോ വിളിച്ച് സ്ഥലം പറഞ്ഞു കൊടുത്താൽ എത്തും. എന്നാൽ അപ്പോഴും കുഞ്ഞിക്കതിയയും സൗദിയും തിരക്കാണ്. എങ്ങോട്ട് നീ പോരുന്നത്? പുത്തൻ വീട് തറവാട്ടിലേക്ക് ഓട്ടോ വിളിച്ച് പോയിക്കോ, അതാ നിനക്ക് നല്ലത്. അല്ലാതെ എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ നിൽക്കണ്ട, വെറുതെ പ്രശ്നത്തിൽ നിൽക്കണ്ട. അതെ, ഒന്നാമതായിട്ട് കുഞ്ഞിക്കതിയാൻ്റെ മനസ്സിലുള്ളത് മറ്റൊന്നുമല്ല, കിട്ടുന്ന പൈസ മുടങ്ങും. അത് ഭർത്താവ് അയക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് കയറുന്ന പൈസ എങ്ങാനും അത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൾ പെട്ടെന്ന് തന്നെ കൈക്കലാക്കും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഉമ്മ പരമാവധി സൗദിയെ അവിടേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. സൗദ, ഈ പൊയ്ക്കോ പുത്തൻ വീട് തറവാട്ടിക്ക്, അനക്ക് അവിടെ നല്ലത്. അവിടെ നല്ല മട്ടത്തിൽ നിന്നോ, അതാ നല്ലത്. എന്തൊക്കെ തന്നെയാലും ഇവിടം വരെയൊക്കെ എത്തിയില്ലേ, ദയവായി ഇജ് ഞങ്ങോട്ട് പോയിക്കോ. വെറുതെ പ്രശ്നത്തിന് അസ്ഥിരായിട്ട് നിൽക്കണ്ട. എന്നെക്കൊണ്ടാവൂല രണ്ടാളെ തല്ലുംപൊടിയും പ്രശ്നം തീർക്കാന്. എന്നാൽ ശരിക്കും അതാ സൗദ, ഇല്ല, ഞാൻ അങ്ങോട്ട് തന്നെയാണ് വരുന്നത്, വേറെ എവിടേക്കുമല്ല. എന്തപ്പോ എൻ്റെ ഭർത്താവുണ്ടാക്കിയ വീടല്ലേ, എനിക്ക് വരാലോ എന്ന് പറഞ്ഞ് അവളും വാശി പിടിക്കുന്നു അവളുടെ വീട്ടിലേക്ക്. അതാ അപ്പോഴൊരു ഓട്ടോ വരുന്നു. ആ ഓട്ടോക്ക് കൈകാട്ടി അവർ ഓട്ടോയിൽ കയറുന്നു. എവിടേക്കായി? എന്നെ പുത്തൻമീട് റോട്ടിന് മുമ്പിൽ ഞാൻ ഇറക്കി വിടും. എന്നാൽ ഓട്ടോക്കാരനോട് പറഞ്ഞു, ഒരു പുത്തൻവീട് തറവാടും ഒരു കാഞ്ഞിരത്തിങ്ങലും. എന്നാൽ സൗദ പറഞ്ഞു, രണ്ട് കാഞ്ഞിരത്തിങ്ങലാണ് കേട്ടോ, പുത്തൻവീട് തറവാട്ടിൽ സ്റ്റോപ്പില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നു. എന്താ നിങ്ങളീ പറയുന്നത്? നിങ്ങള് ഓട്ടോയാണ്, ഈ കാര്യങ്ങൾ മറന്നോ? ബസ്സിലാവുമ്പോഴല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്ഥലത്തിന്റെ പേരൊക്കെ പറഞ്ഞ് ഒരു സ്റ്റോപ്പ് പറഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തിത്തരാം. അല്ലാതെ ഒരാൾ പുത്തൻ വീട് ഒരാൾ കാഞ്ഞിരത്തിങ്ങൽ, എന്തത് ബസ്സോ എന്ന് പറഞ്ഞ് അയാളും ചൂടാകുന്നു. പൊന്നാരൻ്റെ സൗദ, അഞ്ഞ് ദീന്ന് ഇറക്കി പിടിപ്പിച്ചല്ലേ. മറ്റേ നമ്മളെ പ്രശ്നം കൊണ്ടാണ് അവിടെ ഇറക്കി പിടിച്ചത്. ഏതായാലും ലോറിക്കാരന് ദയുള്ള മനുഷ്യന്, ആ ലോറിക്കാരൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളേതായാലും അവിടെ എത്തിപ്പെട്ടു. അല്ലെങ്കിൽ കുടുങ്ങിയനോ ഞമ്മള്. എൻ്റെ റബ്ബേ, ആരുടെയൊക്കെയോ പ്രാർത്ഥന ഉണ്ട് തോണ്ട്. അത് ഐഷുമന്നേക്കും, ഐഷുമാന്റെ പ്രാർത്ഥന കൊണ്ട് തന്നേക്കും നമ്മൾ ഇവിടെയൊക്കെ രക്ഷപ്പെട്ടു പോരുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്നാൽ പുത്തൻ വീട് തറവാടിന്റെ അരികിലൂടെ അതാ ആ ഓട്ടോ പോകുന്നു. എന്നാൽ ഓട്ടോക്കാരനോട് അതാ കുഞ്ഞിക്കതിയ തോളിൽ തട്ടിക്കൊണ്ട്, ഇവിടെ നിർത്തി, ഇവിടെ ഇറങ്ങാണ്ട്. എന്നാൽ അത് കേട്ട് ഇവിടെയാണോ എന്ന് പറയുമ്പോൾ സൗദ പറഞ്ഞു, ഇവിടെ അല്ല, കുറച്ചും കൂടെ ഉണ്ട് പോട്ടെ മുന്നോട്ട്, ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് കാഞ്ഞിരത്തിങ്ങൽ എന്ന സ്റ്റോപ്പ് ഉണ്ട്, അവിടെ മതി. നിങ്ങൾ എന്തേ പറയണത്? ഞാൻ ഇവിടെ രണ്ടിനെ ഇറക്കി വിടും. നിങ്ങൾ പലർക്കും എന്തെങ്കിലും രണ്ടൊക്കെ സുഖല്ലേ? ഈ ഒരു സമയത്ത് നിങ്ങളെ ഓട്ടോയിൽ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. എന്നിട്ട് നിങ്ങൾ പ്രശ്നമാക്കുക.
എവിടെ നിങ്ങൾ പറയും സ്റ്റോപ്പ്, രണ്ടും ഇവിടെ ഇറങ്ങിക്കോളി, അതാ നല്ലത്. കുഞ്ഞിക്കതിയും സൗദയും അതാ പുത്തൻ വീട് തറവാടിന്റെ മനമില്ല മനസ്സോടുകൂടി അവിടെ ഇറങ്ങുകയാണ്. ഓട്ടോറിക്ഷക്കാരൻ പൈസ ചോദിച്ചു. അപ്പോഴും കുഞ്ഞിക്കതി എണ്ണിക്കൊണ്ടിരിക്കാണ്. വേഗം തരുന്നുണ്ടോ? നിങ്ങൾ ഒരുപാട് സമയം. എത്ര ചാർജ്? 250. 250? ഇത്ര അധികോ? ഇത് നല്ല കള്ളനാണല്ലോ നിങ്ങള്. പറഞ്ഞ സ്റ്റോപ്പിൽ എത്തിച്ചിട്ടുമില്ല. വല്ലാത്തൊരു പുതുമന്നെ. ഇവിടക്ക് 100-150 ഉറുപ്പ്യ ആവുള്ളൂ. ഇപ്പൊ 250. നിങ്ങളെ നമ്പർ ഞാൻ ഫോട്ടോ എടുത്തുകാണ്ട് സ്റ്റേഷനിക്ക് വിട്ടുകൊടുക്കും. എന്താ താത്ത നിങ്ങൾ ഈ പറയുന്നത്? ഈ നട്ടുപാതിരാക്ക് നിങ്ങൾക്ക് ഓട്ടോ തന്നതും ഇത്രയധികം എത്തിച്ചത് പോരെ. നിങ്ങൾ ഈ വില പേശ നിൽക്കണം. 300-350 ഓട്ടാണ് ഞാൻ ഓടിയത്. നിങ്ങളോട് ആയതുകൊണ്ട് 250 വാങ്ങി. പിന്നെ ഇത് 100-150 ഉറുപ്പ്യൊക്കെ നമ്മളിവിടെ എത്തുന്നതാണ്. ഇന്നെ പഠിപ്പിച്ചല്ലേ താത്ത. രാത്രിയാണ് ടൈം, ഓട്ടോ ഇല്ലാത്ത സമയമാണ്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാതെ പകലത്തെ ചാർജ് അല്ലെങ്കിൽ രാത്രി എടുക്കുക. ഞങ്ങൾ ഉറക്കൊഴിച്ചിരുന്ന ഈ ഓട്ടോക്കാർ ഇവിടെ നിങ്ങൾക്കുള്ള സേവനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ പക്ഷെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ കുറക്കാന്ന് വെച്ചാൽ അത് പിടിച്ചോ 150. അത് പറ്റൂല താത്ത, പൊന്നാറ് താത്ത. കുറച്ചും കൂടി നിങ്ങൾ തരി, ഒരു 50 കൂടി നിങ്ങൾ തരി. എന്താ നിങ്ങൾ തീരെ ഒരു കണ്ണിച്ചോറില്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഓൻ്റെ ഒരു വില പശ എന്നാ എൻ്റെ 50 ഉറുപ്പ്യ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്കതി അതാ ആ 50 രൂപ അയാളുടെ മടിയിലേക്ക് അങ്ങ് എറിഞ്ഞിട്ട് കൊടുക്കണം. മുണങ്ങിക്കൂടിച്ച്. ശരിക്കും ആ ഓട്ടോ ഡ്രൈവർ എങ്ങനെയുണ്ടല്ലോ ജന്മങ്ങള്. അവരെ നട്ടപ്പാതിരാക്കി ഇവിടെ എത്തിച്ചതും പോരാ, വലിയ പ്രശ്നക്കാര്. എന്തോ ഇത് ഇങ്ങനത്തിനൊക്കെ തലയിൽ വെക്കായാ നല്ലത്. ചിലറ്റുങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഒരു സുഖവും സമാധാനം ഉള്ള ചാർജും തരാതെ നൈറ്റിൽ ഓടുന്നവർക്ക് എത്രയേക്കാളും ചാർജ് കിട്ടണം. എന്നിട്ട് ഞാൻ കുറച്ചാ പറഞ്ഞത്. അപ്പം അവര് ഒരു 200 രൂപ പോലും തരാന് മടിക്കുക. സ്റ്റേഷനിലേക്ക് വിളിക്കും, നമ്പർ ഫോട്ടോ എടുക്കലും. എന്താന്നില്ല പഠിച്ചോനെ, ഇങ്ങനത്തിനൊക്കെ തലയിൽ കയറ്റാതിരിക്കുന്ന വേണ്ടത്. വല്ലാത്തൊരു പുതുമ. ഓട്ടോക്കാരൻ പിച്ചും ഭയം പറഞ്ഞുകൊണ്ട് അതാ അവിടെ നിന്ന് പോയി. അല്ല സൗദ, ഇനിയിപ്പോ എന്താ? പൊയ്ക്കോ പുത്തൻ വീട് തറവാട്ടിക്ക്. ഞാൻ ഇവിടുന്ന് എന്തേലും കാട്ടിക്കൊണ്ട്. അതെ, ഇങ്ങളാണ് പോരി. തൽക്കാലം ഞാനായിട്ട് പണ്ട് കയറി ചെല്ലണില്ല. ഞാനാണ് കയറി ചെന്നാലേ ഓല് ചോദിക്കും എങ്ങനെ വന്നത് എന്ന്. അപ്പൊ നിങ്ങളില്ലാതെ വന്നു പറഞ്ഞാലേ ഓരെന്നെ പലതും തെറ്റിദ്ധരിക്കും. നട്ടപ്പാതിരാക്കി ഒറ്റക്ക് ഇറങ്ങി പോന്നാലേ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരും എനിക്ക് വീഴും. അതുകൊണ്ട് എൻ്റെ പൊന്നാരമ്മ ഇങ്ങളും പോരി. ഇങ്ങളും പോന്നിട്ട് ഞമ്മക്ക് രണ്ടാക്കും അങ്ങോട്ട് സുഖമായിട്ട് അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങാം. വരി, അങ്ങോട്ട് നടക്കി. എടി പെണ്ണെ, എൻ്റെ പമ്പർ നോക്ക്. എൻ്റെ ഐഷുമ്മാക്ക് എന്നെ കണ്ടൂടാ. ഞങ്ങൾ തമ്മിൽ വലിയ സുഖമില്ല, എനിക്കറിയാലോ. നല്ലോണം ഞാൻ ചീത്ത പറഞ്ഞു വിട്ടാണ് ഐഷുമ്മാന. അതുകൊണ്ട് തന്നെ ഇന്നെ വല്ലാതെ ഓൾക്ക് കണ്ടൂടാ. അതുകൊണ്ട് ഇജ്ജ് പൊയ്ക്കോ. എൻ്റെ പൊന്നാരുമ്മ, ഇങ്ങളാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കണമില്ല. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് കൂടെ വരണം, അതാണ് വേണ്ടത്. ശരിക്കും കുഞ്ഞിക്കതിയും സൗദയും അവിടുന്നും തർക്കം. വീട്ടിലേക്ക് കയറി ചെന്നാൽ ഇനി ഐഷുമ്മ സ്വീകരിക്കുമോ അതോ ഇറക്കി വിടുമോ എന്നുള്ള ഭയവും ശരിക്കും കുഞ്ഞിക്കതിയിലുണ്ടായിരുന്നു. എൻ്റെ പൊന്നാര സൗദ, ഞാനാണ്ട് വരണില്ല. ഞാൻ അത്രയും ഓളെ ചീത്ത പറഞ്ഞേക്കണേ നിങ്ങളമ്മാനെ. ഓല് കൊണ്ടുവന്ന സാധനമൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞാണ്. ഇനി ഞാൻ അങ്ങോട്ടില്ല, ഇജ്ജ് പോയിക്കോ ഉമ്മ. ഞാൻ പോലും ഒരിക്കലും അല്ലെ, ഞങ്ങളെ കൂടെ അങ്ങോട്ട് വരികയാണ്, നിങ്ങളും വരണം. ശരിക്കും അവർ തമ്മിലും പ്രശ്നം. എന്നാൽ വീടിന്റെ ഗേറ്റിന് അപ്പുറത്തായിട്ട് ചെറിയൊരു സംസാരം ഇങ്ങനെ കേൾക്കുന്ന രീതിയിൽ അതാ ഷമ്മാസിന് തോന്നി. ഷമ്മാസ് വിചാരിക്കുന്നു, അവൻ സിറ്റ് ഔട്ടിലായിരുന്നു, എന്തിപ്പോ ഗേറ്റിന്റെ പുറത്ത് എന്തൊരു സംസാരം കേൾക്കുന്നു. സ്ത്രീകളുടെ സംസാരം പോലെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഇത്രയൊന്നും കേൾക്കില്ല. ഇനിയിപ്പോൾ വഴിയാത്രക്കാരെങ്ങനെ ആയിരിക്കോ? ശരിക്കും വിശാലമായ ആ മുറ്റത്തിന്റെ നടുവിലെ വീട്ടിലിരുന്നു കൊണ്ട് ഷമ്മാസിന് ആ ഒരു ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞു. ഷമ്മാസ് ഒരു നിമിഷം നിന്നു. ഒന്ന് ഇറങ്ങി നോക്കണോ? സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് കിടന്ന് പിന്നൊന്ന് എന്തൊരു ആവശ്യത്തിന് വേണ്ടി സിറ്റ് ഔട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ എന്തപ്പോൾ ഇങ്ങനെ ഒരു സംസാരം കേൾക്കുന്നത്? ഷമ്മാസ് ശരിക്കും ആ ഒരു ശബ്ദം നിരീക്ഷിച്ചു. എന്നാൽ അകത്ത് നിന്നും ഐഷുമ്മ, മോനെ ഷാമോനെ, എടാ എനിക്ക് കെടുക്കാനായില്ലേ? എന്താ അവിടെ സിറ്റ് ഔട്ടിൽ ലേറ്റ് ഇട്ടിച്ചിരിക്കണ്? ഉമ്മ ഷോപ്പിന്റെ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം ലോഡുകൾ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കസ്റ്റമൈസ് ചെയ്യണ കൂട്ടത്തിലാണ്. ഞാനതൊക്കെ ഓരോന്ന് വേർതിരിക്കുകയും കണക്കും കാര്യങ്ങളും നോക്കുകയാണ്. കുറച്ചധികം വർക്കുണ്ടുമ്മ. അപ്പോൾ ഇങ്ങനെ റൂമിലിരുന്നപ്പോഴും ഞാൻ ഒന്ന് പ്രകൃതിയിലെ കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. ഏത് സമയവും AC ഇട്ടിട്ട് കഴിയണില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. എൻ്റെ പൊന്നാര മോനെ, കണക്കും കയ്യൊക്കെ ഞാൻ നാളെ നോക്കാം. ഇങ്ങോട്ട് ഔത്തേക്ക് പോന്നാളാ. ഇനിയിപ്പോൾ നേരം അവിടെ പോയിരിക്കണ്ട. എന്നാൽ ഷമ്മാസ് വീണ്ടും ആ ഒരു സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട്.
ഉമ്മയോട് പറഞ്ഞാൽ ഇപ്പോൾ ഉമ്മ ഇറങ്ങി വന്നൊക്കെ നോക്കും, തൽക്കാലം ഒന്നും മിണ്ടണ്ട. ഷമ്മാസ് വീണ്ടും തൻ്റെ കണക്കിലേക്ക് തിരിയുകയാണ്. എൻ്റെ പൊന്നാര കുട്ടിയെ ഇങ്ങോട്ട് പോന്ന ഒത്തുക്ക്, കുറേ നേരം ഇങ്ങനെ പുറത്തിരിക്കണ്ട. എന്താ ഇപ്പോൾ റെസ്റ്റ് ഇല്ലാത്തൊരു പണി എനിക്ക്, ഇനി നാളെ നോക്കാം, ഇങ്ങോട്ട് പോന്ന. ആയുഷമ്മ വീണ്ടും അത് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് ഷമ്മാസ് അത് അകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. വീണ്ടും അവരുടെ ആ ഒരു സംസാരം കേൾക്കുകയാണ് ഷമ്മാസ്. പെട്ടെന്ന് ഒന്നുകൂടി അത് ശ്രദ്ധിച്ചു. ഷമ്മാസ് അവിടേക്ക് വന്ന് നോക്കുമോ? അവരെ കാണുമോ? അവരെ കണ്ടാൽ വീട്ടിലേക്ക് സ്വീകരിക്കുമോ? എന്തായിരിക്കും അവസ്ഥ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.